ഹേ ഗായ്സ്, അപ്പം അവതാർ ഫയർ ആൻഡ് ആഷ് പടം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒബ്വിയസ്ലി 2009 തുടങ്ങിയ ജേണിയാണ്. ജെയിംസ് ക്യാമറോൺ ആർക്കും അറിയാതായിട്ടില്ല. അപ്പം പുള്ളി ഒരു കൾട്ട് ഡയറക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയണം, പുള്ളി ഒരു കൾട്ട് ഡയറക്ടറാണ്. അപ്പം അവതാർ വണ്ണ് ഓക്കെ, ഒരു ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാം. ആ ഒരു വിഷ്വൽ CGI-ലും 3Dക്ക് മെയിനായിട്ട് ആ 3Dക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊണ്ടുതന്ന ഒരു സിനിമയാണ് അവതാർ എന്ന് പറയുന്നത്. പിന്നെ ആ സെക്കൻഡില് ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകളിൽ അതും കുറച്ചും കൂടെ CGI കുറച്ചും കൂടെ ഇംപ്രവൈസ് ചെയ്ത ഒരു സംഭവമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറിയാണ്. 2-3 പേരൊക്കെയാണ് എൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ അത്രയ്ക്ക് പോകുന്ന സ്റ്റോറിക്കുള്ളതൊന്നും ആ ഒരു പടത്തിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ആയിട്ടില്ല. ഭയങ്കര ഒരു ലാഗൊക്കെ അതിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സെയിം പോലെ തന്നെയാണ് ഇതും പോകുന്നത്. ഇതിലൊരു 3-4 പേര് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ജെയിംസ് ക്യാമറോൺ, റിച്ചി, പിന്നെന്തോ അമണ്ട്, ഇവന്നൊക്കെ പറയുന്ന കുറേ പേര്. പിന്നെ സ്റ്റോറി എഴുതിയത് ഒരു 4 പേരുണ്ട്. ജെയിംസ് ക്യാമറോൺ, റിച്ചി, അമണ്ട്, ജോഷ്, ഷെയ്ൻ, ഇവർ ഇത്രയും ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റോറി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് മാത്രമല്ല എന്തരാണ് ഈ സ്റ്റോറിയിൽ ഉള്ളത് എന്ന് എനിക്കറിയത്തില്ല. അവതാർ 1-ല് സംഭവം തന്നെയാണ് 2-ലുള്ളത്, അയാൾ തന്നെയാണ് 3-ലുള്ളത്. ഇയാൾക്കിപ്പം ജെയ്ക്ക് സുലിയെ കൊല്ലണം, ആ ജെയ്ക്കിനെ കൊല്ലണം, അതിന് വേണ്ടി ചെയ്യുന്നു. പിന്നെ ഇമോഷണൽ അറിയാലോ, സ്പൈഡർ എന്ന് പറഞ്ഞ ആ പയ്യൻ ഇയാളുടെ മോനാണ്. അപ്പം കൊല്ലണോ വേണ്ടേ, കൊല്ലണോ, അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നീണ്ടുപോകും, കൺഫ്യൂഷൻ കൊണ്ട് നീണ്ടുപോകും. പിന്നെ മരിക്കൂല, മരിക്കൂല, പിന്നെയും വരും. ഒരു വല്ലാത്തൊരു ഒരു 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 ട്വിസ്റ്റ്, ഒരുമാതിരി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും വല്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ അങ്ങ് തീർത്തേക്കണം, അങ്ങ് തീർത്തിട്ട് വേറെ ആളെ കൊണ്ടുവരണം, വേറെ ഒരു കിടിലം വില്ലനെ കൊണ്ടുവന്നിട്ട് പടം മുന്നോട്ട് പോകണം. ഇപ്പം അറിയാലോ, സിനിമ അല്ലാതെ കിടിലം വില്ലന്മാരെ കൊണ്ടതിൽ ഒരു പടത്തിൽ ഓറയാണ്. ഇതിപ്പം ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ പോവാണ് പടം. പുള്ളിക്കാരനൊക്കെ കൾട്ടാണ്. പുള്ളിക്കാരനൊക്കെ അടുത്ത് വരാൻ പോകുന്ന കിടിലം പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ജെയിംസ് ക്യാമറോൺ. ഇതിനെ വെച്ച് തൂങ്ങി പിടിക്കേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്തില്ല. മൂവ് ഓൺ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറ്റുന്നില്ല. ആ വച്ചിട്ട് അവതാർ ഫസ്റ്റിലേക്ക് നിർത്തിയാൽ മതിയായിരുന്നു. അതൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത സിനിമയാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷേ ഇതിൽ പ്ലസ് പോയിന്റ്സ് ഒരുപാടുണ്ട്, ഞാൻ അത് പറയാം. പിന്നെ ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. സാം, സോയിയുടെ ഒക്കെ പെർഫോമൻസ് ഇപ്പോഴത്തെ പോലെ കിടിലം പെർഫോമൻസ്. സാം പിന്നെ പറയണ്ട, ഇത്ര കിടിലം പെർഫോമൻസ് ഒക്കെ. ഇതിൽ പെർഫോമൻസിനൊന്നും ആർക്കും ഒരു കുറവുമില്ല. എല്ലാവരും അതിൽ ജീവിച്ചിട്ട് തന്നെ ഉണ്ട്, അതിൽ ഒന്നും പറയില്ല. ഇതിലെനിക്ക് എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ഇതിൽ പുതിയൊരു ക്യാരക്ടർ ഫയറിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവളുടെ പേര് എന്ന് പറഞ്ഞാൽ ഊന ചാപ്ലിൻ. പൊളി പെർഫോമൻസ് ആണ്. സത്യം പറഞ്ഞാൽ സോയിനെ വെട്ടിച്ചു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത്രയ്ക്കും കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരി. കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ആ ഫേസ് എക്സ്പ്രഷനിലും ആ ചിരിയിലും ആ ഒരു ആങ്കറിലും പുള്ളിക്കാരുടെ പെർഫോമൻസ് നമുക്ക് എടുത്ത് ആ ഒരു ലിറ്ററലി ഒരു സ്ക്രീൻ സ്പേസ് അല്ലാതെ നമുക്ക് ഒരു പുള്ളിക്കാർക്ക് ഇങ്ങനെ നമുക്ക് കൊടുക്കും. അത്രയ്ക്കൊരു ഓറ ഫേസ് ആയിരുന്നു ആക്ച്വലി പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്തത്. അതും ആക്ടിങ്ങിലും പൊളി വിഷയം പെർഫോമൻസ് ആയിരുന്നു. അത് എടുത്ത് പറയണം. കാരണം പുള്ളിക്കാരി അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില്ലറ ഒരു കാര്യമൊന്നുമില്ല. നല്ലൊരു ഇമ്പാക്റ്റ് പുള്ളിക്കാരി അതിൽ അതിൽ വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയണം. പിന്നെ മെയിൻ എല്ലാ അതിലുള്ള ക്യാരക്ടർ 2-ലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. സെയിം CGI തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പുതിയൊരു പറക്കുന്ന ഒരു സ്ക്വിഡിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്ക്വിഡോ ജെല്ലിഫിഷ് അല്ല, സ്ക്വിഡോ സംഭവം, പറക്കുന്ന ഒരു സംഭവത്തിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കടലിൽ കൂടെ പോകുന്നതൊക്കെ, ആകാശത്തൂടെ ഒക്കെ പോകുന്ന ഒരു സംഭവം. അല്ലാതെ വേറൊരു പുതുമയും എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല ഈ സിനിമയിൽ. ഈ 3.5 മണിക്കൂറിന് ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തീർക്കാം, അത്രയ്ക്കൊന്നും തോന്നില്ല. മാക്സിമം ഒരു 2 മണിക്കൂറിലൊക്കെ അങ്ങ് സത്യം പറഞ്ഞാൽ തീർക്കേണ്ട ഒരു സിനിമയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കൊന്നും ഇല്ല ഫിലിമിൻ്റെ സ്റ്റോറി ഇങ്ങനെ സീരിയൽ പോലെ ഇങ്ങനെ അങ്ങ് മെഗാ സീരിയൽ അങ്ങ് വലിച്ച് നീട്ടിയും കൊണ്ട് പോവുകയാണ്. എത്രത്തോളം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കും, എത്രത്തോളം ഒരു ഫീൽ വന്നില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പേഴ്സണലി പറയാം, അവഞ്ചേഴ്സിൻ്റെ ഒക്കെ ട്രെയിലർ ഒരു മിനിറ്റും 20 സെക്കൻഡൊക്കെ ട്രെയിലറൊക്കെ അവതാർ വഴി ലോഞ്ച് ചെയ്യുന്നത് പ്രതീക്ഷിച്ചൊക്കെയാണ് ഞാൻ പോയത്. അതും
അതിൽ തിയേറ്ററിൽ വന്നില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. പടവും കട്ട ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. ഭയങ്കര ഒരു 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 ശോകമായിരുന്നു ഫിലിമിൽ തന്നെ വന്നപ്പോൾ. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് സൈമൺ ഫ്രാങ്ക്ലിൻ. ഈ സൈമൺ ഫ്രാങ്ക്ലിൻ്റെ പ്രത്യേകത അവതാർ 2-ലും 3-ലും ഈ ആഷിലും പുള്ളിക്കാരൻ തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഇല്ല. ആ ഫസ്റ്റിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് എടുത്ത് ഇതിലൊക്കെ ചമച്ചിരിക്കുന്നത്. പിന്നെ ആ സെക്കൻഡിൽ വന്ന സെയിം സാധനം, അതായത് സെയിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് ഫസ്റ്റിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വേറെ ആളാണ്. ജെയിംസ് ഹോണർ എന്നാണ് ആളുടെ പേര്. അങ്ങേര് വച്ച് വെടുപ്പായിട്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക്കിനെയൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ പലയിടത്തും വെച്ച് കലക്കിയിട്ടുണ്ട്. നമുക്ക് ഇംപ്ലിമെന്റ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സാഡ് ഇമോഷൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതൊക്കെ 1-ൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വേറെ സാധനമാണ്. അതൊക്കെ കൊണ്ട് ഇതിനകത്ത് കൊണ്ട് വേണ്ടാത്തടത്തെ കൊണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവതാർ അത്രയ്ക്കും കണ്ട ഒരാളായി നമുക്ക് മനസ്സിലാക്കാം. അത്രയ്ക്കും അവതാരം നമുക്ക് കണ്ട് മനസ്സിലുള്ള ഒരു വിഷ്വൽ, അതിൽ വേറൊരു വിഷ്വൽ വെച്ചിട്ട് ആ ഒരു സ്കോറിങ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ശോകം തോന്നും. ആ ഒരു സീൻ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത്. അത് ഇവരും തമ്മിൽ അങ്ങോട്ട് ജോയിന്റ് ആവൂല. ഭയങ്കര ശോകമാണ് സത്യം പറഞ്ഞാൽ. ഒരു സുഖമില്ലാത്തൊരു ഇടയാർപ്പാടായിപ്പോയി മ്യൂസിക്കിലൊക്കെ വന്നപ്പോൾ. അതുപോലെ തന്നെ ഇതിലൊക്കെ CGI ഒക്കെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത്ര ഗംഭീരമാണ്. 3D എഫക്ട്സ് ഒക്കെ പൊളി. ഐമാക്സ് കാണേണ്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഞാൻ ഐമാക്സിൽ കണ്ടത്. പക്ഷേ അല്ലാതെ വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല. അതൊക്കെ ക്യാമറോൺ അങ്ങേരെ ഒരു കൈ, ഒരു സിഗ്നേച്ചർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നും പറയില്ല. അപ്പം നിങ്ങൾക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് പറ്റിയൊരു ഫിലിമാണെന്ന് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നില്ല. ഈ അവതാർ 1, 2 കാണേണ്ട മസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ രീതിയിൽ കാണുന്നവർക്ക് കണ്ടിരിക്കാം. പക്ഷെ അടുത്ത 3-ഉം 4-ഉം ഒക്കെ വീണ്ടും, 3-ലൊക്കെ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 4-ലായിരിക്കും ഇനി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒബ്വിയസ്ലി സെയിം, ഫസ്റ്റിലുള്ള സെയിം സാധനം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ 3-ലോട്ട്. വലിയ സുഖമില്ല സത്യം പറഞ്ഞാൽ. ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഇമ്പാക്റ്റ്. ഫസ്റ്റിലൊക്കെ അത് കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചം വരും. അത് ഈ 3-ൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു തേങ്ങയും ഫീൽ ചെയ്തില്ല. അങ്ങനെയൊന്നും എനിക്ക് ഒട്ടും തോന്നിയില്ല. ഭയങ്കര ശോകമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സ്റ്റോറിയിലൊക്കെ എന്തെങ്കിലും കിടിലം സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് ചിലപ്പം വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, മെയിനായിട്ട് വില്ലനൊന്ന് മാറ്റി തന്നാൽ വലിയ ഉപകാരം. വേറെ അവിടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹൈപ്പ് കൊടുക്കണം. നല്ലൊരു കിടിലം ഒരു സംഭവം കൊടുത്ത് നിർത്തണം. ഇങ്ങനെ വെറുതെ പട്ടിയാക്കി ഒരുമാതിരി അങ്ങനെ ആക്കും. 2 സൈഡും കൂടെ ചാഞ്ഞ് നിൽക്കും, പിന്നെ ഒരുമിച്ച് നിൽക്കും, മാറി നിൽക്കും. കറക്റ്റ് സീരിയൽ മോഡ് തന്നെയാണ് പോകുന്നത്. ഇതിനൊരു കറക്റ്റ് ഒരു പ്രോപ്പർ അന്ത്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ബെറ്ററായിട്ട് വരും. പക്ഷെ അതുവരെ ഭയങ്കര ശോകം തന്നെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് പടം. ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊളി. 3D എഫക്ട്സ് അതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ജെയിംസ് കാമറോണിന്റെ സിഗ്നേച്ചർ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഡിസപ്പോയിന്റ് എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണ്. ഈ വലിച്ചു നീട്ടുന്ന പരിപാടി ഒന്ന് നിർത്തി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇനി 4-ഉം 5-ഒക്കെ മിക്കവാറും ഈ സെയിം അവസ്ഥ തന്നെ ആയിരിക്കും. കാണാം എന്തായിരിക്കും എന്നുള്ള. ഈ അടുത്ത എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസേഷൻ, കിടിലായിട്ടുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നാൽ പൊളിയൂരിയും. ഇത് എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയില്ല സത്യം. നോക്കാം. ബൈ.